ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടീനേജേഴ്സിനും കുട്ടികൾക്കുമുള്ള വീഡിയോ ചെയ്ത് ഇനി ഒരു വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു റുട്ടീൻ വീഡിയോ ചെയ്യാം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം നമുക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ചിലർ രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നവരുണ്ടാവും, ചിലർ നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ടാവും, ചിലർ പള്ളിയിൽ പോകുന്നുണ്ടാവും രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ടൈമിങ്ങിൽ മാറ്റം വരാം. അപ്പോൾ ഇന്നത്തെ ദിവസം 7 മണിക്കാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ചില ദിവസം പള്ളിയിൽ പോകുന്ന ദിവസങ്ങളാണെങ്കിൽ ഒരു 6 മണിക്കൊക്കെ എഴുന്നേൽക്കാറുണ്ട്. നമ്മുടെ ചാനലിൽ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകളോ പിക്ചേഴ്സിൻ്റെയൊക്കെ പടങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ആയിട്ടുള്ള malayali.mom.crafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിൽ അയക്കുകയാണെങ്കിൽ ഞാൻ ആ പിക്ചേഴ്സ് ഷെയർ ചെയ്യും. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള അഞ്ജലി എം അയച്ചു തന്ന പിക്ചറാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്തൊക്കെ പോയി നമുക്കൊന്ന് നടക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇവരെല്ലാം എല്ലാ ദിവസവും ഒന്നും കറക്റ്റൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. ചില ദിവസം ഡാൻസ് ചെയ്യണ കാണാൻ, ചില നേരത്ത് പുറത്ത് നടക്കണം കാണാൻ, ചില നേരത്ത് മടി പിടിച്ച് സെറ്റിയും ഇരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും. ഇന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഇനി ഇത്തിരി നേരം ഇന്ന് പടം വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് നോട്ട് പാഡ് ഉണ്ട്. അതിലിങ്ങനെ സ്കെച്ച് ഉപയോഗിച്ചും പെയിൻറ്റിങ് ചെയ്തിട്ടും അങ്ങനെ പലതരത്തിൽ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കുകയാണ്. അങ്ങനെ സമയം 8:30 കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ്. അപ്പോൾ ഒരു 8:30 തൊട്ട് 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും സംസാരിച്ചിരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ തന്നെയായിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലോട്ട് വന്നപ്പോൾ റൂം അത്യാവശ്യം നല്ല രീതിക്ക് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ച് എന്തായാലും ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അവളുടെ സ്റ്റഡി ടേബിളും ആ ഒരു ബുക്ക് ഷെൽഫൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. റോസു സ്റ്റഡി ടേബിൾ അവളുടെ ഒതുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അങ്ങനെ വെച്ചിട്ടുള്ളൂ. ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ സ്റ്റഡി ടേബിളിലെ ഏരിയയുടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ജനാലയൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് ഒന്ന് റൂം അടിച്ച് വാരിടുക. അതാണ് ചെയ്യാനായിട്ട് പോണേ. അത് കഴിഞ്ഞ് ഷീറ്റ് മാറ്റണം. അത്രമാത്രം ചെയ്യണുള്ളൂ കേട്ടോ. ഇപ്പോഴാണെങ്കിൽ റൂമിൽ നമ്മൾ ബെഡിൻ്റെ ആ ഒരു നമ്മൾ ചുമരരീത്താണ് സാധാരണ ബെഡ് ഇട്ടിരുന്നത്. ആ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി സെൻറ്ററിലോട്ട് ആക്കിയപ്പോൾ റൂമിൽ ഒട്ടും സ്ഥലമില്ലാത്ത പോലെയായി. അതെന്താ അങ്ങനെ ആക്കിയതെന്ന് വെച്ചാൽ ഇവർക്ക് 2 പേർക്കും അറ്റത്ത് കിടക്കണം. അങ്ങനെയും പറഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം തല്ലുകൂട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ബെഡ് സെൻറ്ററിൽ ഇടാം, കാര്യം കഴിഞ്ഞാലോ. അപ്പോൾ ആദ്യമൊക്കെ ഇവർ ചെറുതായിരുന്ന സമയത്ത് താഴോട്ട് വീഴുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബെഡ് ചുമരുമോട്ട് മുട്ടിച്ചിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സെൻറ്ററിൽ ഇട്ടേക്കണം. പക്ഷേ ഒട്ടും സ്ഥലമില്ല അവിടെ നടക്കാനൊന്നും. എന്നാലും അവർക്കത് കുഴപ്പമില്ല, കാരണം അവർക്കത് കംഫർട്ടബിൾ അതാണ്. 2 പേർക്കും താഴേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബെഡ് സെൻറ്ററിൽ ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ബ്ലാങ്കറ്റ് ഉണ്ട്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷീറ്റാണ് നമ്മൾ വിരിച്ചിരിക്കുന്നത്.
അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞു, ഫ്രഷ് ആയിട്ട് വന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഫ്രഷ് ആയി കഴിയുമ്പില്ലേ നമുക്ക് വീണ്ടും അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും കൂടി ഒരു എനർജി കിട്ടുക ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ലസ്സി. അതായത് തൈരിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് നമുക്ക് കട്ടി കൂടുതലാണെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്യാം. അങ്ങനെയും നമുക്ക് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ചേർത്തിട്ടും കഴിക്കാം കേട്ടോ. ലസ്സി ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. എനിക്ക് ലസ്സി അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമല്ല. കാരണം എനിക്ക് തൈര് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ മധുരം വരുമ്പോൾ എന്തോ ആ ഫ്ലേവറിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇത് പല ഫ്ലേവേഴ്സിൽ പല ടൈപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഹൈദരാബാദ് പോയ സമയത്ത് അവിടെ ഇങ്ങനെ ലസ്സിയുടെ ഒരു ഷോപ്പ്, അവിടെ പല അതായത് ടൈപ്പിൽ ഐസ്ക്രീം ചേർത്തിട്ടുള്ള മോഡൽ അങ്ങനെ കുറേ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പലരും കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലസ്സി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫോണിൽ യൂട്യൂബ് ഷോർട്സാണ് മെയിനായിട്ടും അവൾക്ക് കാണാനായിട്ട് ഇഷ്ടം. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണ് പിൻട്രസ്റ്റ്. അതിലൊരുപാട് ഐഡിയാസ് ഇങ്ങനെ കാണും. പലപ്പോഴും അതെല്ലാം കണ്ടിങ്ങനെ മാറ്റി വയ്ക്കുന്നല്ലാതെ ഒന്നും ചെയ്യാറൊന്നുമില്ല. കാരണം ക്ലാസ്സുള്ള സമയത്ത് നേരമൊന്നുമില്ല. അപ്പോൾ ഇന്ന് അവൾ വിചാരിച്ചു ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് ഉണ്ടാക്കാം. അതിനുള്ള കുറച്ച് ഐഡിയാസൊക്കെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ എല്ലാം വരച്ചിരിക്കുന്നത്. അത്രയും ഭംഗിയിലൊന്നും വരയ്ക്കാൻ അവൾക്കും അറിയില്ല, ഇപ്പോൾ എനിക്കും അതിൽ അത്രയൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന അത്ര പെർഫെക്ഷൻ അല്ലെങ്കിൽ പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഇതിൽ നോക്കി വരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രീൻ കളറിലുള്ള തീമിലുള്ള ഡിസൈൻ അതെടുത്തിട്ട് നമ്മൾ സ്ക്രാപ്പ് പേപ്പേഴ്സ് ഉണ്ടാക്കണം. അതായത് കുറച്ച് റെക്റ്റാങ്കിൾ പീസിൽ പേപ്പറിൽ നമ്മൾ ഇതുപോലെ ഇഷ്ടമുള്ള ഡിസൈൻസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അത് നമ്മൾ ജേർണലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കാർഡ്സ് ഉണ്ടാക്കാനോ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൽ വെക്കാനൊക്കെ ആയിട്ട് ഈ പേപ്പേഴ്സ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉപയോഗിക്കാം. അതുപോലെ നമുക്കിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുന്ന രീതിയിൽ റൂമിൽ ചുമരുമൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ആ ഒരു സംഭവമാണ് നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിനുള്ള ഇങ്ങനത്തെ ഐഡിയാസൊക്കെ പല രീതിയിൽ പല കളർ തീമിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ പോയാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നന്നായി വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അത് നോക്കി അതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാതും ഇനി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ സ്റ്റിക്കറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിന് മുകളിൽ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിക്കാം. അപ്പോൾ വാട്ടർ പ്രൂഫ് ആവും. അതുപോലെ നമ്മൾ ചെയ്ത ഡിസൈനൊന്നും പോവില്ല. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നോർമലിൽ ജേർണലിങ്ങിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, കട്ട് ചെയ്തതുപോലെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ കുറേ അധികം ഉണ്ടാക്കിയൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്ക്രാപ്പ് പേപ്പർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പല അളവുകളിലും ഉണ്ടാക്കി വെക്കാം. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് 1 മണിയായപ്പോൾ പോയി. പിന്നെ ഏകദേശം ഒരു 1:30 മണി വരെ TV ഒക്കെ കണ്ടിരുന്ന് അതെല്ലാം കഴിഞ്ഞിട്ടാണ് റൂമിലോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറും കൂടി ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിരിക്കും. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂറാണ് ഫോൺ ചെക്ക് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്നിങ്ങനെ കണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഈസി ആണെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഉറക്കം വരാണ് ഇപ്പോൾ ഉച്ചയ്ക്ക്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവൾ കിടന്ന് ഉറങ്ങും. റോസും ആണെങ്കിൽ അങ്ങനെ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല. അവൾ അവിടെ ടേബിൾ ഒതുക്കായിരുന്നു. അവളുടെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഉറങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉറങ്ങിയിട്ട് എഴുന്നേക്കാനാണ് പലപ്പോഴും നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യാതെ. എഴുന്നേക്കാൻ ഇങ്ങനെ തോന്നില്ല. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണമായിരുന്നു. അപ്പോൾ കുറച്ച് സ്നാക്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ സാധാരണ വെക്കേഷൻ സമയത്താണ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിക്കുക. ക്ലാസ്സുള്ള സമയത്തൊന്നും അങ്ങനെ അധികം മേടിച്ച് വെക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ മേടിച്ച് വെച്ചാൽ അത് കഴിയുന്നത് അറിയില്ല. വെക്കേഷൻ ആകുമ്പോൾ മേടിച്ച് വെച്ച് നമ്മുടെ സ്റ്റോറിൽ നമ്മൾ വെക്കും. ആവശ്യം അനുസരിച്ച് എടുക്കും. കാരണം ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടി എടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്നാക്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ഓരോന്നോരോന്ന് കാണിച്ചു തരാണ്, ഇത് വാങ്ങാം അത് വാങ്ങാമെന്നൊക്കെ. പക്ഷേ ഞാൻ അതൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ നമ്മളൊരു 4:30 മുതൽ ഒരു 6 മണി വരെ എന്തെങ്കിലുമൊക്കെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അതായത് സൈക്കിൾ ചവിട്ടി അല്ലെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെയാണ് എപ്പോഴും വിചാരിക്കാറുള്ളത്. പക്ഷേ ഇന്ന് പുറത്ത് കടയിലേക്ക് പോയ കാരണം വീട്ടിലെത്തിയപ്പോൾ 6 മണി ആവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇനി പുറത്തോട്ടൊന്നും പോകുന്നില്ല.
കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ പാത്രങ്ങൾ കഴുകൽ ഇസയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇതിലിരിക്കുന്ന ഈ കൊട്ടയിലിരിക്കുന്ന എല്ലാ പാത്രം അതാത് സ്ഥലത്തോട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് എടുത്ത് വെക്കും. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അതെല്ലാം വാഷ് ചെയ്ത് വയ്ക്കാൻ എളുപ്പമാണ്. ആ പണികളെല്ലാം ചെയ്ത് വെച്ചിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കും പോയി ഫ്രഷായി വന്ന 7 മണിയാകുമ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ റുട്ടീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ക്രാഫ്റ്റോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുക അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ഈസയ്ക്ക് കൂടുതൽ ഇഷ്ടം ക്രാഫ്റ്റും ഡ്രോയിങ് ഒക്കെ ആയതുകൊണ്ടാണ് അത് കൂടുതൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ നേരത്തെ ഈസ ഉണ്ടാക്കിയെടുത്ത ആ പേപ്പറുകൾ ഉണ്ടല്ലോ, ആ ഗ്രീൻ കളറിലൊക്കെ വരച്ചത്, അതുപയോഗിച്ച് നമുക്ക് ജേണലിൽ എങ്ങനെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഐഡിയാസൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചൊക്കെ ചെയ്യണം. നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒന്നും ചെയ്യാനായിട്ട് അറിയില്ല കേട്ടോ. അതെനിക്കും അറിയില്ല, അവൾക്കും അറിയില്ല. പറ്റുന്ന പോലെ ജസ്റ്റ് നമ്മൾ ഇതിൽ കാണുന്ന എക്സാക്ട്ലി ഒക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അത്രയൊന്നും പെർഫെക്ഷൻ ആവാണ്ടാവുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെ വേണ്ട, എന്തെങ്കിലും ചെയ്തു എന്നായി. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യാം. നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത പേപ്പറുകൾ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങനെ കീറിയിട്ടും കട്ട് ചെയ്തിട്ടും ഒക്കെ പല രീതിയിൽ ഫെവിക്കോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലൂ വെച്ചിട്ടൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ജേണലിൽ എന്തിനാണ് ഇങ്ങനെ വരച്ച് വെക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈസ പറഞ്ഞത് ഇത് ഡയറി ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജേണൽ പോലെ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന്. പക്ഷേ ഈസ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ക്രാഫ്റ്റ് പോലെ അല്ലെങ്കിൽ ഡ്രോയിങ് പോലെ ചെയ്ത് വെക്കുന്ന ഒരു സംഭവം മാത്രമാണ്. ഇതിൽ വേറെ ഡയറിയോ അങ്ങനത്തെ ഒന്നും എഴുതാറില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ച് വയ്ക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അത് എപ്പോഴൊന്നും ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യും. ക്ലാസ് ടൈമിലുള്ള ദിവസങ്ങളൊന്നും ഇപ്പോൾ ക്രാഫ്റ്റ് ഒന്നും പഴയ പോലെ ഒന്നും ചെയ്യാറില്ല. അവധി ദിവസം വരുമ്പോഴോ അല്ലെങ്കിൽ വെക്കേഷൻ വരുമ്പോൾ ഒക്കെ ചെയ്യാറ്. അങ്ങനെ ചെയ്ത് വെച്ച കുറേ പേജസ്സാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ വെറുതെ അല്ല, സമയത്ത് ഇങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പല പല കളേഴ്സിൽ ഒക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഭയങ്കര കുറേ ഡിസൈൻ വർക്ക് അല്ലെങ്കിലും പറ്റുന്ന പോലെ കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അത് മാത്രമല്ല നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പിക്ചേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞ മെയിൽ ഐഡിയിലോട്ട് അയച്ചു തരണം. ജസ്റ്റ് നിങ്ങളുടെ പേരും കൂടി വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊരു പട്ടിക്കുട്ടികളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ലക്കി എന്നായിരുന്നു ഈ സിനിമയുടെ പേര്. അപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ കണ്ടിരുന്നു. ഏകദേശം ഒരു 9:30 വരെയൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പാത്രങ്ങൾ കുറച്ച് വാഷ് ചെയ്യണം. ഞാൻ കുറച്ചൊക്കെ വാഷ് ചെയ്ത് വെച്ചു. ബാക്കി പകുതിയാണ് അവൾ വാഷ് ചെയ്തത്. കാരണം സിനിമ ഇങ്ങനെ കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ പാത്രം കഴുകാൻ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പകുതിയൊക്കെ കഴുകി വെച്ചു, ബാക്കി പകുതി അവൾ കഴുകി തന്നു. അപ്പോൾ അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞ് സമയം ഏകദേശം 10 മണിയായി. കാരണം സിനിമ കണ്ടിരുന്ന് കുറച്ചധികം നേരം അവിടെ ഇരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ 9:30 ആകുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ സിനിമ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ വെക്കേഷൻ ആകുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ ടൈം നമുക്ക് ഇരിക്കാമല്ലോ. ഇനി സിനിമ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10:30 വരെ ഇരിക്കാറുണ്ട്. പക്ഷേ അതിലും വിട്ട് ഒരുപാട് ലേറ്റായിട്ട് ഇരുന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അടുത്ത ദിവസം പള്ളിയിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ഹാബിറ്റാക്കി എടുത്ത കാര്യമാണ് നേരത്തെ ഉറങ്ങുന്നത്. അപ്പോൾ അത് പിന്നെ പോവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി വെക്കേഷൻ ആയാലും ഒരുപാട് ലേറ്റായിട്ട് ഇരിക്കേണ്ട. എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരവും ഇരിക്കാറുണ്ട്. അങ്ങനെ സമയം 10 മണി കഴിഞ്ഞു. ഇത്തിരി നേരം നമുക്ക് ഈ ഒരു ബുക്ക് ഒന്ന് വായിച്ച ശേഷം കിടന്നുറങ്ങാം. അപ്പോൾ വായിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ലെങ്കിലും ഇത് വായിച്ച ബുക്കാണ്. ഇംഗ്ലീഷ് ബുക്സാണ് കൂടുതലും. ഇങ്ങനത്തെ ചെറിയ ബുക്സ് വായിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്ക് ജസ്റ്റ് എടുത്തൊന്ന് വായിച്ചു. അത് കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് മെടഞ്ഞ് കെട്ടിയൊക്കെ വെച്ച് കിടന്നുറങ്ങാൻ പോവാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ സജഷൻസ് പറയണം. അതനുസരിച്ച് നമുക്ക് വീഡിയോസ് പുതിയ മോഡലിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പറ്റുന്നതാണെങ്കിൽ കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.